പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. എൻ പേർക്കായി യേശു മരിച്ചതിനാൽ യേശുവിനായി ഇനി ഞാൻ ജീവിക്കും. എൻ പേർക്കായി യേശു ഉയർത്തതിനാൽ ഒടുവിൽ ഞാൻ അവനിൽ ചേർന്നിടും. എൻ പേർക്കായി യേശു മരിച്ചതിനാൽ യേശുവിനായി ഇനി ഞാൻ ജീവിക്കും. എൻ പേർക്കായി യേശു ഉയർത്തതിനാൽ ഒടുവിൽ ഞാൻ അവനിൽ ചേർന്നിടും. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. നിറവോലും പ്രഭയിൽ മുഴുകുന്നു.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം, ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. അത് അടിമയായാലും ശരി, യജമാനായാലും ശരി, ആർക്കും ക്രിസ്തുവിൽ നിന്ന് പക്ഷഭേദം കൂടാതെ നന്മ ലഭിക്കും, പ്രതിഫലം ലഭിക്കും. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ഗലാത്യ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നന്മ നാം ചെയ്താൽ നന്മ നാം കൊയ്തെടുക്കും. ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. കാരണം തളർന്നു പോകാഞ്ഞാൽ, നന്മ ചെയ്യുന്നതിൽ തളർച്ച പറ്റാതെ നന്മ ചെയ്യുന്നതിൽ ഉത്സുകരായിരുന്നാൽ തക്ക സമയത്ത് നമുക്ക് പ്രതിഫലം സ്വർഗീയ രാജാവ് തരും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനെക്കുറിച്ച് പറയും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറയും, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. അന്യായത്തിന് അതിൻ്റേതായ പ്രതികാരം ലഭിക്കേണ്ടി വരും, മുഖപക്ഷമില്ല. എന്നാൽ 24-ാം വാക്യം, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. പ്രതിഫലം കർത്താവ് തരും. നന്മ ചെയ്യുന്നവന് പ്രതിഫലം കർത്താവ് തരും. പ്രതിഫലം എന്താണ്? അവകാശമെന്ന പ്രതിഫലം. അവകാശമെന്ന പ്രതിഫലം നമുക്ക് തരും. സ്വർഗീയ അവകാശം, സ്വർഗീയ നന്മകളുടെ അവകാശം, അതിൻ്റെ ഓഹരി നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സാരമില്ല. ഇവിടെ കഷ്ടങ്ങളുണ്ട്, ഇവിടെ പൈസയ്ക്ക് ഞെരുക്കമുണ്ട്, ഇവിടെ കടമുണ്ട്, ഇവിടെ രോഗമുണ്ട്, ഇവിടെ എതിർപ്പുകളുണ്ട്, ഇവിടെ അനേകർ നമ്മെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, പലരും നമ്മെ കളിയാക്കുന്നുണ്ട്, സകലരും നമ്മെ പരിഹസിക്കുന്നുണ്ട്. ഒരു നന്മവാക്ക് പക്ഷേ കേൾക്കാൻ കിട്ടിയെന്ന് വരികയില്ല. ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരു നേരിയ ശബ്ദം പോലും കേൾക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ വലിയൊരു തേജസ് നമുക്ക് വെളിപ്പെടാൻ പോകുന്നു. വലിയൊരു തേജസ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വലിയൊരു തേജസ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നതാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ഒരു മനുഷ്യൻ ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമായ കാര്യങ്ങളാണ് സ്വർഗത്തിലെ നിത്യനായ ദൈവം തൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്, വീണ്ടും ജന്മം അനുഭവിച്ചവർക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്, വിശുദ്ധീകരണം അനുഭവിച്ചവർക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്, വിശുദ്ധന്മാർക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ചിരിക്കുന്ന മഹാസൗഭാഗ്യങ്ങൾ അനന്തമോഹനങ്ങളാണ്, അവർണ്യങ്ങളാണ്, അനിർവചനീയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, കരുണയുള്ള കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗീയമായ അവകാശം കരുതി വച്ചിരിക്കുന്നു. എന്ന് കിട്ടും? ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ. ഇത് തന്നെയാണ് നാം വായിക്കുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ജീവനായ ക്രിസ്തു വെളിപ്പെടും. അന്ന് നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും.
ജീവനായ ക്രിസ്തു വെളിപ്പെടുന്നൊരു സമയമുണ്ട്. ഇന്ന് നിങ്ങൾ ശരീരപ്രകാരം മരിച്ചു പോരാ, ആത്മാവിൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു. ആത്മാവിൽ പഴയ മനുഷ്യൻ മരിച്ചു, പഴയ സ്വഭാവം മരിച്ചു, പഴയ കോപം മരിച്ചു, പഴയ ദുശ്ശീലങ്ങൾ മരിച്ചു, പഴയ ദുഷ്പ്രവണതകളും ദുഷ്പ്രകൃതികളും മരിച്ചു. ഇതെല്ലാം പഴയത് മരിച്ചു. നിങ്ങൾ മരിച്ചു. എന്നാൽ നിങ്ങളുടെ ജീവൻ ഇപ്പോൾ എവിടെ? ഇപ്പോൾ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ക്രിസ്തുവിൻ രണ്ടാമത്തെ വരവിൽ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലം ഇനി ഏറെ ദൂരമില്ല എന്ന് പാട്ടുകാരൻ പാടി. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും. യേശുവിൻ്റെ തിരുമുഖം, ആ പൊന്മുഖം ഞാൻ കാണുന്നൊരു ദിവസമുണ്ട്, അത് തേജസ്സിലായിരിക്കും. സഹോദരങ്ങളെ, ക്രിസ്തു വീണ്ടും വരും. വീണ്ടും വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അതിനെക്കുറിച്ചാണ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വളരെ മനോഹരമായൊരു ഭാഗമാണത്. മനസ്സിലാക്കാൻ അല്പം പ്രയാസം കാണുമായിരിക്കും. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവൻ ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. രക്ഷിക്കപ്പെട്ടു, വീണ്ടെടുപ്പ് പ്രാപിച്ചു, പുതുജന്മം അനുഭവിച്ചു, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് കിട്ടി, പുതുതായി ജനിച്ചു, ആത്മാവിൽ ജനിച്ചു, മാനസാന്തരപ്പെട്ടു, പഴയ സ്വഭാവം, പ്രകടമായ പാവങ്ങൾ മാറി. പക്ഷേ ഓർക്കുക, എന്താണ് പറഞ്ഞത്? നാം ഇട്ടിരിക്കുന്ന അടിസ്ഥാനം, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നാണ് ഇട്ടതെങ്കിൽ എന്തു പറ്റും? മറ്റൊന്നിട്ടാൽ അത് സത്യമായും ദൈവത്തിൻ്റെ വിശുദ്ധാലയമായി നമ്മുടെ ഹൃദയത്തിൽ അടിസ്ഥാനമിടുന്ന അനുഭവം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ആ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് ഇടുന്നതെങ്കിൽ ആ അടിസ്ഥാനത്തിന്മേൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇതെല്ലാമാണ് അടിത്തറയായിട്ടിട്ടതെങ്കിൽ തീ ഏൽക്കുമ്പോൾ പൊന്നിന് കേടുവരികയില്ല. അന്ത്യനാളിലെ തീ ഏൽക്കുമ്പോൾ വെള്ളിക്ക് കേടുവരികയില്ല. അന്ത്യനാളിലെ തീ ഏൽക്കുമ്പോൾ വിലയേറിയ രത്നത്തിന് കേടുവരികയില്ല. തീ ഏറ്റാൽ കേടുവരികയില്ല. എന്നാൽ പണിതത് മരം, പുല്ല്, വൈക്കോൽ എന്നിവയാണെങ്കിൽ അതെല്ലാം കത്തിപ്പോകും. മരം, പുല്ല്, വൈക്കോൽ ഇവ കൊണ്ടാണ് പണിതതെങ്കിൽ, സ്ഥായിയായി നിലനിൽക്കുന്നതായ സമർപ്പണം ഇല്ല എങ്കിൽ, താൽക്കാലികമായ ഒരു വികാര തള്ളലിലുണ്ടായ ഒരു സമർപ്പണമേ ആയുള്ളൂവെങ്കിൽ, പ്രകടമായി പുറമേയുള്ള ചില പാവങ്ങൾ മാറി, എന്നാൽ ആന്തരികമായ പാവങ്ങൾ മാറിയില്ല എന്ന് വരികിൽ, അകത്ത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ളതായ പാപപ്രവണതകൾ മാറിയില്ല എന്ന് വരികിൽ, മരം, പുല്ല്, വൈക്കോൽ തീയിൽ കത്തിപ്പോകുന്നത് പോലെയെല്ലാം കത്തിപ്പോകും. താനോ രക്ഷിക്കപ്പെടും, തീയിൽ കൂടി എന്ന പോലെ അത്രേ. കഷ്ടിച്ച് രക്ഷപ്പെടും, എന്നാൽ ദൈവസന്നിധിയിൽ പ്രതിഫലം കിട്ടുകയില്ല. ദൈവസന്നിധിയിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ പൊന്ന്, വെള്ളി, വിലയേറിയ രത്നം, ഇതായിരിക്കണം അടിത്തറയിന്മേൽ പണിയേണ്ടത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കെന്താണ് മനസ്സിലാകുന്നത്? എൻ്റെ പ്രവൃത്തി നിലനിൽക്കുമോ? നിലനിൽക്കുന്നതായി എന്തെങ്കിലും ഞാൻ ചെയ്തോ? ഞാൻ പ്രസംഗിച്ചു, അത് നിലനിൽക്കത്തക്കവണ്ണം എൻ്റെ സ്വയത്തിൽ നിന്നല്ലാതെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് മാത്രമായി, യേശുക്രിസ്തുവിൻ്റെ തിരുനാമ മഹത്വത്തിന് മാത്രമായി, സ്വർഗീയ രാജാതിരാജ പ്രസാദിക്കണമെന്നുള്ള ഏക ലക്ഷ്യത്തോടെ മാത്രമാണോ? അതോ എൻ്റെ പേര്, എൻ്റെ പുകഴ്ച, എൻ്റെ പ്രശംസ, എൻ്റെ സ്ഥാനം, എൻ്റെ മാനം, എൻ്റെ നിലയും വിലയും, എൻ്റേത്, എൻ്റെ പ്രസംഗം, എൻ്റെ ബൈബിൾ ക്ലാസ്, എൻ്റെ വചനനിശ്ചയം എൻ്റേത്, അങ്ങനെ വരുന്നുണ്ടോ? എങ്കിൽ
അതെല്ലാം കത്തിപ്പോകും. ഓർക്കുക, അതാണ് പറയുന്നത്. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കുന്നത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മധ്യാകാശത്തിൽ ചേർക്കപ്പെടുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ചെല്ലുന്നതായ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പ്രതിഫലം വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിലനിൽക്കുന്ന പ്രവൃത്തി നാം ചെയ്യണം. നിത്യതയിലേക്ക് മുതൽക്കൂട്ടുണ്ടാക്കുന്ന പ്രവൃത്തി നാം ചെയ്യണം. ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ, നിത്യതയിലേക്ക് നിലനിൽക്കുന്നതായി എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം ചെയ്തു? നിത്യജീവനിലേക്ക് നിലനിൽക്കുന്നതായി, നിത്യസ്വർഗത്തിലേക്ക് മുതൽക്കൂട്ടായി, നിത്യരാജ്യത്തിലേക്ക് മുതൽക്കൂട്ടായി, നിത്യരാജാതിരാജാവിന് തിരുമുൻപാകെ ചെല്ലുമ്പോൾ മുഖശോഭയോടെ നിൽക്കത്തക്കവണ്ണം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്തത്? 5 താലന്ത് ലഭിച്ചു, അവൻ 5 താലന്ത് കൂടി നേടി. 2 താലന്ത് ലഭിച്ചവൻ 2 താലന്ത് കൂടി നേടി. 1 താലന്ത് ലഭിച്ചവൻ അവൻ ആ താലന്ത് കൂടുതൽ നേടിയില്ല, അവൻ താലന്ത് വിനിമയം ചെയ്തില്ല, അവൻ ആ താലന്ത് മൂടി വെച്ചു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, താലന്തുകളുടെ ഉപമയിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, 1 താലന്ത് ലഭിച്ചവൻ അത് ഒരു ഉറുമാലിൽ കെട്ടി മൂടി വെച്ചു. യജമാനൻ തിരികെ വന്നു. യജമാനൻ വന്ന് താലന്ത് കയറ്റി വാങ്ങിയവരെ വിളിച്ചു, അവരുമായി കണക്ക് തീർത്തു. കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്, എല്ലാം കണക്ക് നോക്കുന്ന നാളുണ്ട്, അക്കൗണ്ട് നോക്കുന്ന ഒരു ദിവസമുണ്ട്. അക്കൗണ്ട് എല്ലാവരും വന്നു, അത് ഓരോരുത്തരുടെ അക്കൗണ്ട് നോക്കി. 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കൂടെ കൊണ്ടുവന്നു. 2 താലന്ത് ലഭിച്ചവൻ 2 താലന്ത് കൂടെ കൊണ്ടുവന്നു. 1 താലന്ത് ലഭിച്ചവൻ അത് നഷ്ടപ്പെടുത്തിയില്ല. അവൻ അത് നഷ്ടപ്പെടുത്തിയില്ലല്ലോ എന്ന അഭിമാനത്തോടെ അവൻ അത് മാത്രം കൊണ്ടുവന്നു. 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കൂടെ കൊണ്ടുവന്നപ്പോൾ യജമാൻ്റെ മുഖം സന്തോഷമായി. നല്ലവനും വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. അവന് നല്ല അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്തു. 2 താലന്ത് ലഭിച്ചവൻ 2 കൂടെ കൊണ്ടുവന്നു. നല്ലവനും വിശ്വസ്തനായ ദാസനെ, നല്ലവനും വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് പറഞ്ഞു. അവനെയും സന്തോഷത്തോടെ ആശംസിച്ചു, അവൻ അനുമോദനം നൽകി, അവനെ അഭിനന്ദിച്ചു. 1 താലന്ത് ലഭിച്ചവൻ വന്നു, അവനും വിനയപൂർവ്വം നിന്നു. യജമാനെ, നീ ഒരു കഠിനാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. വിതയ്ക്കാതെ നീ കൊയ്യാൻ വരുന്നവനാണ് തോന്നിപ്പോയി. വിതറാതെ കൂട്ടിച്ചേർക്കാൻ വരുന്നവനാണ് തോന്നിപ്പോയി. വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് എനിക്ക് നിന്നെക്കുറിച്ച് തോന്നിയതുകൊണ്ട്, ഞാൻ നിന്നെ അങ്ങനെ അറിഞ്ഞതുകൊണ്ട്, നീ എനിക്ക് തന്നത് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനതങ്ങനെ തന്നെ മറച്ചു വെച്ചു, അത് പുറത്തെടുത്തില്ല. എനിക്ക് തന്ന ടാലൻസ്, എനിക്ക് തന്ന താലന്ത്, എനിക്ക് തന്നതായ വിഭവം അത് ഞാൻ വിനിമയം ചെയ്തില്ല. കർത്താവേ, അത് മൂടി വെച്ചു, നിൻ്റെ ഇതായി എടുത്തുകൊള്ളുക. യജമാനൻ അവനോട് കോപിച്ചു. ദുഷ്ടദാസനെ, ദുഷ്ടനും മടിയനുമായ ദാസനെ, വളരെ കോപത്തോടു കൂടി യജമാനൻ പറയുകയാണ്, ശാസിച്ച് പറയുകയാണ്, നീ ദുഷ്ടനാണ്, നീ മടിയനാണ്. അവൻ ദുഷ്ടതയൊന്നും ചെയ്തതായി നാം കാണുന്നില്ല. എന്തെങ്കിലും ദുഷ്ടപ്രവൃത്തി ചെയ്തതായിട്ട് കാണുന്നുണ്ടോ? ഈ 1 താലന്ത് അവൻ വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതായി നാം കാണുന്നില്ല. പക്ഷേ അവൻ്റെ ദുഷ്ടത എന്താണ്? കിട്ടിയതിൽ വിശ്വസ്തനായി നിന്നില്ല, ലഭിച്ചതിൽ വിശ്വസ്തനായി നിന്നില്ല. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കരുണയുള്ള കർത്താവ് തന്നതിൽ വിശ്വസ്തരായി നിങ്ങൾ നിന്നുവോ? നിങ്ങളുടെ പ്രവൃത്തിയിൽ നിലനിൽക്കുമോ? നിങ്ങൾക്ക് പല താലന്തുകൾ തന്നില്ലേ? നിങ്ങൾക്കൊരു ഭവനം തന്നില്ലേ? നിങ്ങൾക്കൊരു കുടുംബം തന്നില്ലേ? നിങ്ങൾക്ക് മക്കളെ തന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാക്കളെ തന്നില്ലേ? നിങ്ങൾക്ക് ആരോഗ്യം തന്നില്ലേ? നിങ്ങൾക്ക് ആയുസ് നീട്ടി തന്നില്ലേ? നിങ്ങൾക്ക് ഇത്രയ്ക്ക് വിദ്യാഭ്യാസം തന്നില്ലേ? നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വക തന്നില്ലേ? ആഹാരത്തിന് മാർഗം തന്നില്ലേ? ഉടുതുണി തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, കിടപ്പാടം തന്നില്ലേ? കിടപ്പാടമില്ലാത്തവർ എത്രയോ പേര് വഴിയോരങ്ങളിൽ കിടന്നുറങ്ങുന്നു. നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ വഴികൾ തന്നില്ലേ? ഓർത്തു നോക്കൂ, നിങ്ങൾ പലതിൽ അസംതൃപ്തരല്ലേ? തന്നതിൽ തൃപ്തിയില്ല.
ചിന്തിച്ചു നോക്കൂ, ജീവിതത്തിൽ വാസ്തവമായ സംതൃപ്തിയില്ലാതെ മനസ്സ് നീരസപ്പെട്ടും നിരാശപ്പെട്ടും കഴിയുന്നവരില്ലേ? ലഭിച്ചതിൽ സംതൃപ്തിയില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെയല്ലേ തന്നുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനത്തെ കോപിഷ്ഠയായ ഭാര്യയല്ലേ എനിക്ക് കിട്ടിയത്, അങ്ങനെ നിരാശപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ മദ്യപനായ ഒരു പുരുഷൻ്റെ ഭാര്യയാകേണ്ടി വന്നല്ലോ, അങ്ങനെ നിരാശയിൽ കഴിയുന്നവരുണ്ട്. എനിക്കെന്താ വേണ്ടത്ര ആരോഗ്യം കിട്ടാത്തത്, ചോദ്യമുള്ളവരുണ്ട്, പരിഭവമുള്ളവരുണ്ട്. ദൈവത്തോട്, നിത്യനായ ദൈവത്തോട് പരിഭവം. ചിലർക്ക് അങ്ങനെയല്ല, ഒരു സെൽഫ് പിറ്റി, ഒരു സ്വയം സഹതാപം. ഓ, എനിക്കതിന് കഴിവില്ല, എനിക്കെന്നാ വിദ്യാഭ്യാസമുള്ളത്, എനിക്കെന്നാ വരുമാനമുള്ളത്, എനിക്കെന്നാ കഴിവുള്ളത്, ആളുകൾക്ക് ഒന്നിടത്ത് ചെല്ലാൻ ചെന്ന് നിൽക്കാൻ എനിക്കെന്ത് കഴിവുണ്ടോ, എനിക്ക് വല്ല വരുമാനമുണ്ടോ, എനിക്ക് വല്ല ജോലിയുമുണ്ടോ, എനിക്ക് സൗന്ദര്യമുണ്ടോ, എന്നെ ആര് നോക്കാനാണ്, എന്നെ ആര് ഗവനിക്കാനാണ്? രൂപ ഉണ്ടെങ്കിൽ ആളുകൾ ഗവനിച്ചേനെ, അധികാരം ഉണ്ടെങ്കിൽ ആളുകൾ ഗവനിച്ചേനെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലതിലും അസംതൃപ്തരല്ലേ? പലതിലും നിങ്ങളുടെ ഹൃദയത്തിൽ അതൃപ്തിയില്ലേ? നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണോ? അനേകര് ഇൻഫീരിയോറിറ്റി ഫീലിങ്ങിൻ്റെ അടിമകളല്ലേ? അപകർഷതാബോധത്തിൻ്റെ അടിമകളല്ലേ? അപകർഷതാബോധം. അവന് 5 കൊടുത്തു, മറ്റവൻ 2 കൊടുത്തു, എനിക്കൊന്നല്ലേ തന്നുള്ളൂ. അല്ലെങ്കിൽ യജമാൻ ഒരു മുഖപക്ഷമുള്ള ആളാണ്. ഈ യജമാൻ അല്ലെങ്കിൽ ആൾക്ക് കൊടുത്തതുപോലെ എനിക്ക് തരാൻ പാടില്ലായിരുന്നോ? അവനത്രയും കൊടുത്തു, എനിക്കിത്രയും തന്നില്ലല്ലോ. എല്ലാം ഹൃദയത്തിൽ പരിഭവം തന്നെ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ ലഭിച്ചതിൽ തൃപ്തിയുള്ളവരായിരിക്കണം. എന്തുണ്ടോ അതിൽ പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണം. ഉള്ളം കൊണ്ട് പുറമേ കാണിക്കുന്ന തൃപ്തിയല്ല, പുറമേ ഭാവിക്കുന്ന തൃപ്തിയല്ല, അകത്തൊരു സംതൃപ്തി, അകത്തൊരു സന്തോഷം. കർത്താവേ, എനിക്കിതിന് അർഹതയില്ല എന്ന്, എനിക്കിതിന് യോഗ്യതയില്ല എന്ന്, ഞാനോ പ്രയോജനമില്ലാത്തൊരു ദാസനാണ്, ചെയ്യേണ്ടതുപോലും ചെയ്തിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു ചിന്തയാണ് വരേണ്ടത്. യാക്കോബ് പണ്ടൊരിക്കൽ പറഞ്ഞു, യഹോവേ, നീ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. എന്നോട് നീ എന്ത് വിശ്വസ്തതയാണ് കാണിച്ചത്, എന്നോട് നീ എന്ത് ദയയാണ് കാണിച്ചത്, അതിനൊന്നും എനിക്ക് യോഗ്യതയില്ല. യഹോവേ, നീ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഞാൻ അയോഗ്യനാണെന്നാണ് പറയുന്നത്, എനിക്ക് അർഹതയില്ല എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. സംഗീതക്കാരൻ പാടി, മരണപാശങ്ങളെ ചുറ്റി അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു, മരണത്തിൻ്റെ കണികൾ എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. വീണ്ടും സംഗീതക്കാരൻ ആ 116 സംഗീതത്തിൽ പിന്നെയും പാടും. ഇങ്ങനെയാണ് പാടിയത്, അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? സ്നേഹിതരെ, ദൈവത്തോട് നന്ദിയുള്ള ഹൃദയം, കിട്ടിയതിൽ സംതൃപ്തി. യജമാനൻ വരുമ്പോൾ പ്രതിഫലം കിട്ടണമെങ്കിൽ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ഇമ്പനാദം കേൾക്കണമെങ്കിൽ, കിട്ടിയതിൽ സംതൃപ്തരായി കിട്ടിയത് വേണ്ടതുപോലെ വിനിയോഗിച്ചു കൊള്ളുക. കുറച്ചേ ഉള്ളോ, അത് ഏറ്റവും യോഗ്യമായി വിനിയോഗിക്കൂ. ചുരുങ്ങിയ ഒരായുസ് മാത്രം, ഒരല്പം ആരോഗ്യം മാത്രം, ഒരു ചെറിയ വിദ്യാഭ്യാസം മാത്രം, ഒരു ചെറിയ ഭവനം മാത്രം. വലുതൊന്നുമില്ല കർത്താവേ, വലുതായിട്ടൊന്നുമില്ല കർത്താവേ, ഞാൻ പൂർണ്ണ തൃപ്തനാണ്, ഇതിനുപോലും എനിക്ക് യോഗ്യതയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഒന്ന് ഞാൻ പറയാം, അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അവനെ അധികത്തിലേക്ക് വഴി നടത്തും. ഒട്ടും സംശയിക്കേണ്ട. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തിയ മനുഷ്യനാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തിയതാണ്. SLC പരീക്ഷ കഴിഞ്ഞ് മാർക്കൊക്കെ കിട്ടി, പാസ്സായി, ശരിയാ. പക്ഷേ പിന്നെ പഠിക്കാൻ അതിന് സാധ്യതയില്ല. ഇവിടെ കൃഷി നോക്കാൻ ആളില്ല, വേലക്കാരെ കൊണ്ടാണൊക്കെ നോക്കിക്കുന്നത്. ആണും തുണുമായി വേറെ ആരുമില്ല, വേറെ ആരുമില്ല. കൃഷി നോക്കാൻ ആൾ വേണം. വേലക്കാരുണ്ടെങ്കിലും അവരുടെ കൂടെ നടക്കാൻ ഒരാൾ വേണ്ടേ? ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പഴയ കർഷകരാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർഷക കുടുംബമാണ്. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ എളിമയോടെ പറയും, 10ാം ക്ലാസ് കഴിഞ്ഞ് ജീവിതം തീർന്ന മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ഭാവിയെല്ലാം തീർന്നതാണ്. ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു ഞാൻ പിന്നെ പഠിക്കുമെന്നൊന്നും. പിന്നെ കരയേറ്റം കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല. ഒരേ കാളയുണ്ട്, അത്രയെടുത്ത് കൃഷിയുമില്ല.
ഒരേർക്കാളയുടെ കൃഷി. ഒരേർക്കാളയുണ്ട്, അതിൻ്റെ കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാനിരുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുവചനം കേട്ടപ്പോൾ ഒരു സമർപ്പണം എടുക്കാൻ കർത്താവ് കൃപ തന്നു. ജീവിതം ക്രിസ്തുവിന് കൊടുത്തു. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തു. യേശു ഈ ജീവിതം ഏറ്റെടുത്തു. യേശു പയ്യെ പയ്യെ വളർത്താൻ തുടങ്ങി. യേശു ഉയർത്തി കൊണ്ടുപോകാൻ തുടങ്ങി. ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. കരുണയുള്ള കർത്താവിൻ്റെ കൃപയിൽ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞ വചനം നിറവേറ്റുവാൻ ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരം എൻ്റെ മേൽ വ്യാപരിക്കുകയും അത്ഭുതങ്ങൾ നിവർത്തിക്കുകയും ചെയ്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസ്തരാകുവീൻ. യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ പ്രതിഫലം വാങ്ങുവാൻ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാകുവീൻ. യേശുവിനെ കൈക്കൊള്ളുവാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം തുറക്കുവീൻ. യേശുവിനോട് വാക്ക് പറയുവീൻ, നാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ അടിമ. രക്ഷക, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, ഞാൻ പാപത്തോട് യാത്ര പറയുന്നു. ഞാൻ പൈശാചികനോട് യാത്ര പറയുന്നു. സാത്താന്യ ശക്തിയോട് യാത്ര പറയുന്നു. മിശിഹാ തമ്പുരാനെ, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, നിന്നെ എൻ്റെ കർത്താവ് രക്ഷകമായി ഞാൻ ഇതാ സ്വീകരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ വിളിപ്പീൻ, ക്രിസ്തുവിനെ സ്വീകരിപ്പീൻ, ക്രിസ്തുവിനെ എതിരേൽക്കുവീൻ, ക്രിസ്തുവിനെ ഹൃദയം തുറക്കുവീൻ, ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. പുതിയ തീരുമാനത്തോടെ യേശുവിനെ സ്തുതിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും ആശീർവദിക്കണമേ. എല്ലാവരുടെയും തൃക്കരം വെക്കണമേ. എല്ലാവരെയും തലോടണമേ. കണ്ണുനീര് തുടയ്ക്കണമേ. ദുഃഖങ്ങൾ ആറ്റി അകറ്റണമേ. സമാധാനം പ്രദാനം ചെയ്യണമേ. കുടുംബങ്ങളിലേക്ക് ശാന്തി ഒഴുകിയെത്തണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാവ ജീവിതത്തോട് യാത്ര ചെയ്യുവാനുള്ള നൽവരം നൽകണമേ. അശുദ്ധ ജീവിതം വിട്ട് ജയജീവിതം നയിപ്പാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. സാത്താന്യ ബാധകൾ മാറ്റണമേ. പൈശാചിക കെട്ടുകളെ പൊട്ടിക്കണമേ. രോഗബാധകൾ മാറ്റണമേ. എതിർതാവും മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.